തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നിശബ്ദ പ്രചാരണ ദിനമായ ഇന്ന് അവസാന വോട്ടും ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. അതേസമയം ഒന്നാം ഘട്ടത്തിൽ 70.19% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസനാണ് ചേരുന്നത്. കാളിദാസൻ, എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ വടക്കൻ കേരളത്തിൽ നടക്കും. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് കാളിദാസൻ? രേണുക, ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് എന്നേ പറയാൻ സാധിക്കൂ. കഴിഞ്ഞ തവണത്തെ സംബന്ധിച്ച് പോളിംഗ് ശതമാനം കുറയാനാണ് സാധ്യത. ഈ മറ്റേഴ് ജില്ലകൾ കൂടി കഴിയുമ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞേക്കും എന്നുള്ള ചില സൂചനകളൊക്കെയാണ്. എന്തായാലും ആ പോളിംഗ് ശതമാനം ഉയർത്താൻ വേണ്ടി അവസാനഘട്ട അല്ലെങ്കിൽ അവസാനവട്ട പ്രചാരണം, അതായത് നിശബ്ദ പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എന്നുള്ളത്. എന്തായാലും നാളത്തെ വോട്ടെടുപ്പിന് വേണ്ടിയുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ 8 മണിയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർ, അതായത് ഓഫീസർമാർ, പോളിംഗ് ഓഫീസർമാരൊക്കെ തന്നെ കൃത്യമായി അവർക്ക് നിർദ്ദേശിച്ചിരുന്ന സ്ഥലത്തെത്തി അവരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അവർക്ക് വേണ്ട ബാലറ്റ് ബോക്സ് ഇത്യാദി സാധന സാമഗ്രികളെല്ലാം കൈപ്പറ്റിയിട്ടുണ്ട്. ഇനി അതിനെ സംബന്ധിച്ച് ഓരോ ബൂത്തുകളിലേക്ക് എത്തുക, അവിടെ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനമായും ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിലുള്ള നടപടികൾ എന്ന് പറയുന്നത്. നാളെ രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ വോട്ടെടുപ്പ് ആരംഭിക്കേണ്ടത്. 6 മണിക്ക് മോക്ക് പോളിംഗ് ആരംഭിക്കും. സാധാരണ പോലെ ഒരു തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പ്രക്രിയ പോലെ തന്നെ ആ ക്രമീകരണങ്ങളൊക്കെ കൃത്യമായി നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചില സ്ഥലങ്ങളിലൊക്കെ 1-2 ബൂത്തുകളിലൊക്കെ ഇത്തരത്തിലൊന്ന് താമസിച്ച സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനത്തെ കാലതാമസം എടുക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ക്രമീകരണങ്ങളൊക്കെ തുടങ്ങുകയാണ്. എന്തായാലും 470 പഞ്ചായത്തുകളിൽ നിന്ന് 9000-ലധികം വാർഡുകളിലേക്കും 77 ബ്ലോക്ക് പഞ്ചായത്തിലെ 1177 ഡിവിഷനുകളിലേക്കും 7 ജില്ലാ പഞ്ചായത്തിലെ 182 ഡിവിഷനിലേക്കും 47 മുനിസിപ്പാലിറ്റിയിലെ 1834 ഡിവിഷനിലേക്കും അങ്ങനെ തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളെ 188 ഡിവിഷനുകളിലേക്കുമാണ് നാളെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. 1.5 കോടിയിലധികം ജനങ്ങളാണ് നാളെ 7 ജില്ലകളിലുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പിനായി ബൂത്തുകളിലേക്ക് തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായി എത്തുന്നത്. മുന്നണികൾ ഇനിയിപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിലേക്ക് കടക്കുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ആർക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ആശങ്ക മുന്നണികൾക്കുള്ളിൽ തന്നെയുണ്ട്. കാരണം നമുക്കറിയാം, സംസ്ഥാനത്ത് ചർച്ചയായ നിരവധി വിഷയങ്ങൾ, ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ വിഷയം, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ജമാഅത്തെ ഇസ്ലാമി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയം, മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞ ചില പരാമർശങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായേക്കും. അത് തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയേക്കും. അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞതിനനുസരിച്ച് ചിലപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള ഒരു വോട്ട് രേഖപ്പെടുത്തലായി തങ്ങൾക്ക് UDF വോട്ട് ലഭിച്ചേക്കുമെന്നുള്ള പ്രതീക്ഷ UDF-നുണ്ട്. അതേസമയം LDF ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ രീതിയിൽ ഒരു പ്രചാരണായുധമായി ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും. അതായത് പാലക്കാട് അടക്കമുള്ള ജില്ലകളിലാണ് നാളെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയെ കേന്ദ്രീകരിച്ച് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് പാലക്കാട് MLA-യുടെ ഈ ഒരു ഒളിച്ചു താമസം. ഇപ്പോഴും പാലക്കാട് MLA ഒളിവിലാണ്. അപ്പോൾ ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് തന്നെ അവിടെ BJP-യും LDF-ഉം ഒക്കെ തന്നെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു വിജയ പ്രതീക്ഷയാണ്. എന്നാൽ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റി നമുക്കറിയാം BJP-യുടെ കയ്യിലാണ്. അപ്പോൾ ഇത് പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് LDF-ഉം UDF-ഉം ഒക്കെ തന്നെ നടത്തുന്നത്. അപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി BJP-യുടെ കയ്യിൽ നിന്നും എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ LDF-ഉം UDF-ഉം മുന്നോട്ട് പോകുന്നു. എന്നാൽ UDF-ന് അവിടെ ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ള സൂചനകളൊക്കെയാണ് ലഭിക്കുന്നത്. ഒപ്പം ഓരോ ജില്ലകളെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കാസർഗോഡേക്ക് പോവുകയാണെങ്കിൽ കാസർഗോഡ് ആരായിരിക്കും തലപ്പത്തേക്ക് വരിക, അല്ലെങ്കിൽ ആരായിരിക്കും അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഭരണത്തിൽ വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു തീരുമാനം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ BJP-യുടെ കൂടി പ്രകടനം കൂടി വിലയിരുത്തിയ ശേഷമേ അതൊക്കെ അറിയാൻ സാധിക്കൂ. കാരണം അവിടെ ഒരു ത്രികോണ മത്സരം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂരേക്ക് വരികയാണെങ്കിൽ കണ്ണൂർ ഇപ്പോൾ LDF-ന്റെ കയ്യിലല്ല. കണ്ണൂരിനെ നമുക്കറിയാം, കണ്ണൂർ കൃത്യമായി പറഞ്ഞാൽ എല്ലാ കാലത്തും അല്ലെങ്കിൽ
അല്ലെങ്കിൽ പറയപ്പെടുന്ന രീതിയിൽ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഇടത് രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഇടത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്ന മുഖം കണ്ണൂർ എന്നുള്ള തരത്തിലേക്കൊക്കെ ചില അത്തരത്തിലുള്ള പറച്ചിലുകളൊക്കെ അങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ എന്നാൽ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കണ്ണൂരേക്ക് എത്തുമ്പോൾ അവിടെ ആ ഭരണം, കോർപ്പറേഷൻ ഭരണം തങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ UDF-നാണ്. അത് തിരിച്ചെടുക്കുക, അത് തിരിച്ച് നേടുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇടതു മുന്നണി LDF മുന്നോട്ട് പോകുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ അടക്കം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇത്തവണ തങ്ങൾ കണ്ണൂർ തിരിച്ചു പിടിക്കും എന്നുള്ളതും കൂടിയാണ്. ഒപ്പം പല മുനിസിപ്പാലിറ്റികളെ സംബന്ധിച്ചും പല പഞ്ചായത്തുകളെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള ചില സഖ്യങ്ങൾ, അതായത് പരോക്ഷമായ അല്ലെങ്കിൽ പുറത്ത് പറയാൻ സാധിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ പുറത്ത് പറയപ്പെടാത്ത വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടാത്ത അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം എന്നുള്ളതിലുപരി അത് വലിയ രീതിയിൽ വാർത്തയാകാത്ത ചില സഖ്യങ്ങളൊക്കെ തന്നെ പല ഭാഗങ്ങളിലും ഉണ്ടെന്നുള്ളതാണ് ഇരു മുന്നണികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും ഏറെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നാളെ ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. അതോടൊപ്പം ഈ ചില വാർഡുകൾ അല്ലെങ്കിൽ ചില മുനിസിപ്പാലിറ്റികളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ബാലികേറാമല എന്ന് തന്നെ പറയാം. UDF-ന് അതൊരു കാലങ്ങളായ ഒരു ബാലികേറാമല എന്നുള്ള തരത്തിലാണ്. അപ്പോൾ UDF-ന് ആ മുനിസിപ്പാലിറ്റി, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. പിന്നീട് പാലക്കാടേക്ക് വരുമ്പോൾ കൊഴിഞ്ഞാമ്പാറയൊക്കെ ഈ LDF, അതായത് LDF-ന് പിടിക്കാൻ വേണ്ടി, UDF-നെ താഴെ ഇറക്കാൻ വേണ്ടി LDF വിമതർക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ ചില വിവരങ്ങളൊക്കെ ലഭിക്കുന്നു. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ കാലങ്ങളായി LDF ഭരിക്കുന്ന കോർപ്പറേഷനാണ്. അപ്പോൾ കോഴിക്കോടിലെ കോർപ്പറേഷൻ ഭരണം നേടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ തുടക്കം മുതൽ UDF കൃത്യമായ രീതിയിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുവരുന്നു. എന്നാൽ അതിൻ്റെ ഇടയ്ക്കുള്ള കോഴിക്കോട് നടന്ന ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവർക്ക് കൃത്യമായ ഒരു മേയർ സ്ഥാനാർത്ഥിയെ ആദ്യഘട്ടത്തിൽ നിർത്താൻ സാധിച്ചില്ല. അത് നിർത്തിയെങ്കിലും ആ മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ടർ പട്ടികയിൽ പേരില്ലായിരുന്നു. പിന്നീട് ഈ സ്ഥാനാർത്ഥിയെ മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതൊക്കെ വലിയ രീതിയിലൊരു ചർച്ചയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തം പാർട്ടി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് പോലും നോക്കാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്ന അത്തരത്തിലുള്ള ശൈലിയൊക്കെ ഭയങ്കര രീതിയിൽ വിമർശനം നേരിട്ടു എന്നുള്ളതാണ് പറയാൻ സാധിക്കുക. പിന്നീട് മലപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ മലപ്പുറത്തെ സംബന്ധിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയൊക്കെ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ 2020 PV അൻവർ ഒപ്പം ഉണ്ടായിരുന്നതുകൊണ്ട്, അതായത് PV അൻവർ LDF-നൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് PV അൻവറിൻ്റെ സഹായത്തോടെ, PV അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയൊക്കെ പിടിച്ചെടുക്കാൻ LDF-നായി. ഇത്തവണ PV അൻവറുമായി നേരെ ഒരു സഖ്യം അല്ലെങ്കിൽ കരുളായി വാർഡിൽ മാത്രമാണ് PV അൻവറുമായി ചേർന്നൊരു പ്രവർത്തനം, ഒരു രാഷ്ട്രീയ പ്രവർത്തനം UDF നടത്തി വരുന്നത് എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന, രാഷ്ട്രീയ മുന്നണികളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു അവ്യക്തമായ സൂചന എന്നുള്ളതും കൂടിയുണ്ട്. അതോടൊപ്പം ഇത്തവണ PV അൻവർ ഇത്തരത്തിൽ കരുളായിൽ മാത്രം എന്ന് പറയുമ്പോഴും അപ്രഖ്യാപിതമായി ചില നീക്കങ്ങൾ PV അൻവറുമായി ചേർന്ന് മലപ്പുറത്തെ പല വാർഡുകളും പല മുനിസിപ്പാലിറ്റികളും പിടിച്ചെടുക്കാനായി, പ്രധാനമായും നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാനായുള്ള ശ്രമങ്ങൾ ഒക്കെ തന്നെ നടത്തുന്നും കൂടിയുണ്ട്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ചില കാര്യങ്ങൾ ഈ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച്. വെൽഫെയർ പാർട്ടി പല ഭാഗങ്ങളിലും പല പ്രദേശങ്ങളിലും മത്സരിക്കുന്നുണ്ട്. എന്നാൽ വെൽഫെയർ പാർട്ടി നമുക്കറിയാം ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൽ അപ്പോൾ ഈ ഒരു വെൽഫെയർ പാർട്ടി മത്സരിക്കുമ്പോൾ ഈ വെൽഫെയർ പാർട്ടിയെ ആര് പിന്തുണയ്ക്കും എന്നുള്ള ചോദ്യമൊക്കെ ഇത്തരത്തിൽ ഈ ഒരു ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ വടകര മുക്കം മുനിസിപ്പാലിറ്റികളിലൊക്കെ തന്നെ ഈ വെൽഫെയർ പാർട്ടിയെ സ്വതന്ത്രമായി മത്സരിപ്പിച്ച് അവർക്ക് പിന്തുണ നൽകാനുള്ള ചില നീക്കങ്ങൾ ഉള്ളിൽ കൂടി നടക്കുന്നുണ്ട് എന്നുള്ള അവ്യക്തമായ വിവരങ്ങളൊക്കെ തന്നെ നടക്കുന്നു. നമുക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത്തരത്തിലുള്ള പുറത്തു പറയാത്ത സഖ്യങ്ങളൊക്കെ ഓരോ മുന്നണികളിലൊക്കെ രൂപപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല രൂപപ്പെടലുകളുമൊക്കെ മുന്നണികൾക്കുള്ളിലുണ്ട്. അത് പുറത്തു പറയാൻ സാധിക്കാത്ത തരത്തിൽ ഒരു മുന്നണിയെ ജയിപ്പിക്കാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് ശത്രുവായിട്ടുള്ള അല്ലെങ്കിൽ ഇരു മുന്നണികളും പൊതുശത്രുവായിട്ടുള്ള ഒരു മുന്നണിയെ തോൽപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളൊക്കെ ഏറെ കാലമായി നടത്തി വരുന്ന ഒരു സാഹചര്യമാണ്. അതൊന്നും പുറത്തു പറയാൻ സാധിക്കില്ല. നമുക്ക് ലഭിക്കുന്നതും അവ്യക്തമായ സൂചനകളാണ്. കൃത്യമായ ചില സമയങ്ങളിൽ ഈ ഓരോ സ്ഥാനാർത്ഥികളുടെയും
ഓരോരുത്തരുടെയും വോട്ട് നില അല്ലെങ്കിൽ ഈ അവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഉയരുന്നതിനനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് കൃത്യമായി കണ്ടെത്തുന്ന മുൻപത്തെ സാഹചര്യം വെച്ച് അതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ചില അനുമാനങ്ങൾ കൂടിയാണ്. ഇത്തരത്തിലുള്ള അനുമാനങ്ങൾ അല്ലെങ്കിൽ ഈ നിഗമനങ്ങൾ ഒക്കെ കൂടുതലും സത്യമാകാറാണ് പതിവ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ചില കൂട്ടുകെട്ടുകളൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനാണ് ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഏറെ വരിക. നമുക്കറിയാം എറണാകുളത്തും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളൊക്കെ കിഴക്കമ്പലത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കോഴിക്കോട്ടേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടിയുമായി ചേർത്ത് നിർത്തി പറയുമ്പോഴും വെൽഫെയർ പാർട്ടി സ്വതന്ത്രമായി മത്സരിക്കുന്നു. അപ്പോൾ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പിന്തുണ നൽകുക എന്നുള്ള ചില കാര്യങ്ങളൊക്കെ ചില മുന്നണികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഇപ്പോൾ ചർച്ചയാകുന്ന മറ്റൊരു വിഷയം ഈ വെൽഫെയർ പാർട്ടിയെ പോലെ തന്നെ SDPI സ്ഥാനാർത്ഥികൾ നിരവധി ഭാഗങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ SDPI പാർട്ടികൾക്ക് പിന്തുണ നൽകാനുള്ള ഒരു നീക്കം LDFിൽ നിന്നും നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടി സൂചനകൾ ലഭിക്കുന്നു. എന്തായാലും നാളെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞ് അത് വോട്ടെണ്ണലായി അതിൽ വിജയികളെ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 7 ജില്ലകളിലാണ് നാളെയും നടക്കുക. ഇന്ന് നിശബ്ദ പ്രചാരണ ദിനമാണ്. എന്തായാലും നാളെ ശക്തമായ രീതിയിലൊരു വോട്ട് വടക്കൻ കേരളത്തിലും ഉണ്ടാകും. വിവരങ്ങൾ പങ്കുവച്ചത് പ്രസാദ് കാളിദാസനാണ്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ സ്ഥാനാർത്ഥിക്ക്